ഉള്ള സുഹൃത്തുക്കളെ, സഹപ്രവർത്തകർ, ധ്യാനം ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഒരു ശുചീകരണ പ്രവൃത്തി തുടക്കം കുറിച്ചിരിക്കുകയാണ്. ശുചീകരണ പ്രവൃത്തി പ്ലാസ്റ്റിക് മാലിന്യം നമ്മുടെ നാടിനെ ഇന്ന് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നാട് മുഴുവൻ വയനാടിനെ സംരക്ഷിക്കുക എന്നുള്ള മുദ്രാവാക്യം, അതാണ് ഇതിൽ മർമ്മപ്രധാനമായി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി കൊണ്ട് വളരെ അനുഗ്രഹീതമായ ഒരു നാടാണ് നമ്മുടെ വയനാട്. അതുപോലെ തന്നെ നമ്മുടെ നാട് ഒരു പ്രകൃതി ദുരന്തത്തെ പോലും നേരിടേണ്ടി വന്ന അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ നമ്മൾ തന്നെ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന അവസ്ഥ. ഇന്ന് റോഡിൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ഒരുപാട് പ്ലാസ്റ്റിക്കുകളുടെ ബോട്ടലുകൾ. നമുക്കറിയാം, നമ്മൾ അടുത്ത പ്രദേശമായ തമിഴ്നാടിൻ്റെ ഭാഗമായ ഊട്ടിയിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ പോലും ആ പ്രദേശത്തേക്ക് കടത്താൻ അനുമതിയില്ല. അങ്ങോട്ടത് കടത്തി വിട്ട് കഴിഞ്ഞാൽ 3000 രൂപ മുതൽ ഫൈൻ അവർ ഈടാക്കും. നമ്മളെ വണ്ടി പരിപൂർണമായി ചെക്ക് ചെയ്തുകൊണ്ടാണ് അവർ ഊട്ടിയിലേക്ക് നമ്മളെ വണ്ടി കടത്തി വിടുന്നത്. മറിച്ച് നമ്മുടെ വയനാട് ചുരം ഇങ്ങോട്ട് കയറി കോഴിക്കോട് ജില്ല കഴിഞ്ഞ് ചുരം കഴിഞ്ഞ് ലക്കിടി കഴിഞ്ഞ് ഇങ്ങോട്ട് നമ്മളൊന്ന് ഇറങ്ങി തിരിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നിരവധി ബോട്ടലുകളാണ്. വെള്ളത്തിൻ്റെ ബോട്ടലുകൾ വിതരണം ചെയ്യുന്ന കടകൾ. ഇത് അവസാനിപ്പിക്കാതെ നമ്മുടെ നാട് മലീമസമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ടും മലീമസമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി ഒരു കൂട്ടായ്മ രൂപപ്പെടണം. അതിലെല്ലാവരും ഇറങ്ങണം. ആരും ഒരു വീട്ടിലൊരു അംഗം പോലും മാറി നിൽക്കാതെ എല്ലാവരും ഇറങ്ങി ഇത്തരത്തിലുള്ള നമ്മുടെ നാട് നശിക്കുന്ന അവസ്ഥ. ഈ ഒരു തരത്തിലാണെങ്കിൽ ധ്യാനം ഫൗണ്ടേഷൻ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം, ലഹരി മുക്തമാക്കേണ്ട ഒരു ആവശ്യകത ഇന്ന് മർമ്മപ്രധാനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ യുവാക്കൾ നല്ല സ്പോർട്സ് രംഗത്തും ആർട്സ് രംഗത്തും കലാരംഗത്തും ശോഭിക്കാൻ പറ്റുന്ന യുവാക്കളുള്ള ഈ നമ്മുടെ നാട് ഇന്ന് യുവതലമുറ എത്തിപ്പെടുന്നത് വളരെ വേദനാജനകമായ അവസ്ഥയിലാണ്. കുടുംബം, യുവാക്കൾ എന്ന് പറഞ്ഞാൽ, ഒരു യുവത എന്ന് പറഞ്ഞാൽ ആ നാടിൻ്റെ സമ്പത്തും ആ നാടിൻ്റെ നട്ടെല്ലുമാണ്. ആ നട്ടെല്ലുകളെ തകർക്കുക എന്ന ബാഹ്യമായ ശക്തികളുടെ ചില ശ്രമത്തിൻ്റെ ഫലമായി നമ്മുടെ യുവതലമുറ അത്തരം വഴിയിലേക്ക് കടന്നു പോകുന്നതിൽ നിന്ന് നമ്മളെ യുവതലമുറനെ വീണ്ടും തിരിച്ച് നമ്മളിലേക്ക് നല്ല ആളുകളായി മാറ്റാൻ, നല്ല തലമുറയായി മാറ്റാൻ, നാടിനും നാട്ടുകാർക്കും കുടുംബത്തിനും നല്ല സമ്പത്തായി വളർന്നു വരാനുള്ള മക്കളാക്കി വാർത്തെടുക്കുന്ന പ്രവർത്തനത്തിനും ഈ ധ്യാനം ഫൗണ്ടേഷൻ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇന്ന് ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങളിൽ നമ്മളെ ഈ സൈൻ ബോർഡ്, നമ്മളെ റോഡിലുള്ള സൈൻ ബോർഡൊക്കെ ഇന്ന് ഫുള്ള് ചളി നിറഞ്ഞ് അത് കാണാൻ പറ്റാത്ത രൂപത്തിൽ, വാഹനം ഓടുമ്പോൾ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ. നമുക്കറിയാം, നമ്മളെ ഈ ഓഫീസിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കുറച്ച് മുന്നായിട്ട് 2 ആക്സിഡൻറ്റ് നടന്നു. ഈ ബോർഡ് കാണാതെ വണ്ടി നേരെ പോവുകയുണ്ടായത്. അപ്പോൾ ആ ബോർഡുകളൊക്കെ ഒന്ന് വൃത്തിയാക്കുക, പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കുക, അതുപോലെ ഈ പേടുകൾ, അതുപോലെയുള്ള പ്ലാസ്റ്റിക് പേടുകളൊക്കെ നിറച്ച് ഒരുപാട് കവറുകൾ കാണാം അവിടെ റോട്ടിൽ. എന്തോ ഒരവസ്ഥയാണ്. ഇത്രയും ബോധമില്ല. ഏറ്റവും വിദ്യാഭ്യാസ സാക്ഷര കേരളം എന്ന് പറയുന്ന നമ്മുടെ നാട്, ഏറ്റവും വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്നു നിൽക്കുന്ന നമ്മുടെ നാട്, എല്ലാം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും അറിവ് കൊണ്ടും കല കൊണ്ടും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ നാട്. ഈ നാട്ടിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത്. മറ്റുള്ള രാജ്യങ്ങൾ ഈ ആളുകൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഇവിടുത്തെ ഈ മനോഹരത, ഈ നല്ല പ്രകൃതി കണ്ടുകൊണ്ട് അവർ ആസ്വദിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. ഓരോ രാജ്യങ്ങളിലേക്ക് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോയാൽ അവിടുത്തെ ശുചീകരണം, ഒരു മാലിന്യം പോലും പുറത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ കടലാസ് പോലും പുറത്ത് കാണാത്ത അവസ്ഥയുണ്ട്. നമുക്ക് നമ്മുടെ നാടിനെ അങ്ങനെ മാറ്റിയെടുക്കാൻ നമുക്ക് കൂട്ടായി പ്രവർത്തിക്കണം, കൂട്ടായി യജ്ഞിക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ധ്യാനം ഫൗണ്ടേഷൻ്റെ സർവ്വ പിന്തുണയും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.